നമസ്കാരം. ബി.ജെ.പി യുവനേതാവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായിരുന്ന റോബിൻ രാധാകൃഷ്ണനെതിരെ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ്, വഞ്ചന ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്ത്. ബിഗ് ബോസ് താരവും കണ്ടന്റ് ക്രിയേറ്ററുമായ വേദലക്ഷ്മിക്ക് പുറമെ പ്രമുഖ ഫാഷൻ ഡിസൈനർ അഭിൽ ദേവും റോബിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകളും പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പണം തിരികെ ചോദിച്ചപ്പോൾ ബി.ജെ.പി ബന്ധം ചൂണ്ടിക്കാണിച്ചും ഹണി ട്രാപ്പിൽ കുരുക്കുമെന്ന് പറഞ്ഞും റോബിൻ ഭീഷണിപ്പെടുത്തിയതായി വേദലക്ഷ്മി ആരോപിക്കുന്നുണ്ട്. സൗഹൃദത്തിന്റെ പേരിൽ പലപ്പോഴായി വാങ്ങിയ തുക ചോദിച്ചപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അസഭ്യം പറഞ്ഞതായും ഇവർ വ്യക്തമാക്കുന്നു. ഇതിനിടെ തനിക്ക് മാത്രം 45 ലക്ഷം രൂപയോളം റോബിൻ കാരണം നഷ്ടമായെന്ന് ഫാഷൻ ഡിസൈനർ അഭിൽ ദേവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ചെറിയ തുകകൾ ആദ്യം കടം വാങ്ങി കൃത്യസമയത്ത് തിരികെ നൽകി വിശ്വാസ്യത നേടിയെടുക്കുകയാണ് റോബിന്റെ രീതിയെന്ന് ഇരുവരും ആരോപിക്കുന്നുണ്ട്. പിന്നീട് സൗഹൃദം തടസ്സമാക്കി പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപ കൈക്കലാക്കും. എന്നാൽ തുക തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിയും അസഭ്യവർഷവുമാണ് നേരിടേണ്ടി വരുന്നത്. റോബിൻ പണം വാങ്ങിയെന്നും അത് തിരികെ നൽകാൻ ബാധ്യസ്ഥനാണെന്നും സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇത്തരത്തിൽ തെളിവുകളായി ഇവരുടെ പക്കലുണ്ട്. സാമ്പത്തിക തിരിമറിക്ക് പുറമെ റോബിൻ ബി.ജെ.പിയിൽ ചേർന്നത് കേവലം സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചാണെന്ന് സൂചിപ്പിക്കുന്ന നിർണായക ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റുകളും വേദലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടു. ബി.ജെ.പിക്കാർ വർഗീയവാദികളാണെന്ന് റോബിൻ പറയുന്ന വിവരങ്ങളാണ് പുറത്തുവന്ന ഓഡിയോയിൽ പറയുന്നത്. ബി.ജെ.പിക്കാരുടെ തത്വങ്ങളോ ആശയങ്ങളോ എനിക്കറിയില്ല. അവർ പറയുന്നതിൽ അധികവും വർഗീയവാദമാണ്. എന്നാൽ ഞാൻ സ്ഥാനാർത്ഥിയായാൽ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ മറുപടി പറയും എന്ന് റോബിൻ പറയുന്ന ചാറ്റുകളും ശബ്ദരേഖയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് റോബിൻ രാധാകൃഷ്ണൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വേദലക്ഷ്മിക്കെതിരെ പരാതി നൽകി. റോബിന്റെ പരാതിയിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയ പോലീസ് വേദലക്ഷ്മിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചിട്ടുണ്ട്. എന്നാൽ റോബിന്റെ നിയമ നടപടികൾക്കും വെല്ലുവിളികൾക്കും ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ശക്തമായ ഭാഷയിലാണ് വേദലക്ഷ്മി മറുപടി പറഞ്ഞത്. തിങ്കളാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാനാണ് റോബിന്റെ നിർദ്ദേശം. എനിക്ക് ജോലിയുള്ളതിനാൽ വിളിച്ചയുടൻ വരാൻ സാധിക്കില്ല. നിന്നെപ്പോലെ ഞാൻ വെറുതെ ഇരിക്കുകയല്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടവരെ ധരിപ്പിച്ചിട്ടുണ്ട്. സൗകര്യമുള്ള സമയത്ത് പോലീസിന് മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കും, വേദലക്ഷ്മി പറഞ്ഞു. തന്റേത് കേവലം ഒരു ചെറിയ തുടക്കം മാത്രമാണെന്നും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ നേരിടാൻ റോബിൻ തയ്യാറായിക്കൊള്ളണമെന്നും വേദലക്ഷ്മി മുന്നറിയിപ്പ് നൽകി. ഒരു ചെറിയ ഓലപ്പടക്കം കണ്ടപ്പോൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പോൾ തൃശൂർ പൂരം വരുമ്പോൾ എന്താകും അവസ്ഥ? പണം കൊടുത്തുവിട്ട സൈബർ കൊട്ടേഷൻ നിനക്ക് തന്നെ. ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ നോക്കിയ കുറുക്കന്റെ കഥയാണ് ഓർമ്മ വരുന്നത്, ഇവർ കൂട്ടിച്ചേർത്തു.